നമസ്കാരം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോഴൊരു കറക്ഷൻ ഫേസിലൂടെ കടന്നു പോവുകയാണ്. മാർക്കറ്റിൽ ഇപ്പോൾ പ്രൈസ് കറക്ഷൻ അല്ല, മറിച്ച് ടൈം കറക്ഷനാണ് വന്നിരിക്കുന്നത്. മാർക്കറ്റ് കറക്ഷൻ ഫേസിലൂടെ കടന്നു പോകുമ്പോൾ സപ്പോർട്ട് പ്രൈസിൽ ലഭിക്കുന്ന സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ മാർക്കറ്റ് റിക്കവർ ആകുമ്പോൾ മികച്ച റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ലഭിക്കുന്നതും കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതുമായ ചില സ്റ്റോക്കുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി സ്റ്റോക്കുകൾ എങ്ങനെ പിക്ക് ചെയ്യണം എന്ന ടോപ്പിക്ക്. വളരെ വേഗത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്ന ഒരു വിപണിയാണ് ഓഹരി വിപണി. ദീർഘകാലം ഓഹരി വിപണിയിൽ നിലനിന്നിട്ടും പലർക്കും ഓഹരി വിപണിയിൽ ശോഭിക്കപ്പെടാതെ പോകുന്നതിന്റെ പിന്നിലെ പ്രധാന കാരണവും കൃത്യസമയത്ത് എങ്ങനെ സ്റ്റോക്ക് പിക്ക് ചെയ്യണം എന്നതിലെ അറിവില്ലായ്മ മൂലമാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ബുക്കിനെ പരിചയപ്പെടാം. ബുക്കിന്റെ പേര് ഹൗ ടു പിക്ക് സ്റ്റോക്ക് തിങ്സ് ടു കൺസിഡർ എന്ന ബുക്ക്. ഈ ബുക്കിന്റെ ഓഡിയോ സമറി കുക്കു FM എന്ന ഓഡിയോ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. പുസ്തകങ്ങൾ വായിക്കുന്നതിന് വേണ്ടി വലിയ തുക ചെലവാക്കാൻ സാധ്യമല്ലാത്തവർക്കും പുസ്തകങ്ങൾ വായിക്കാൻ സമയമില്ലാത്തവർക്കും ആശ്രയിക്കാവുന്ന ഒരു ഓഡിയോ പ്ലാറ്റ്ഫോമാണ് കുക്കു FM. കുക്കു FM എന്ന ഓഡിയോ പ്ലാറ്റ്ഫോമിൽ പുസ്തകങ്ങൾ നമ്മളെ വെറുതെ വായിച്ച് കേൾപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഒരു സിനിമാറ്റിക് ശ്രവ്യാനുഭവ രൂപത്തിൽ പുസ്തകങ്ങളെ നമ്മൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുക്കു FMന്റെ റിപ്പബ്ലിക് ഡേ സെയിൽ ഇപ്പോൾ നടക്കുകയാണ്. ജനുവരി 22-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഒരു മാസത്തേക്ക് വെറും 39 രൂപയ്ക്ക് അൺലിമിറ്റഡ് ബുക്കുകൾ ആസ്വദിക്കാനുള്ള അവസരമാണ് കുക്കു FM നൽകിയിരിക്കുന്നത്. 60% ഡിസ്കൗണ്ടോടുകൂടി കുക്കു FMന്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളും ആനുവൽ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളും നമ്മൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇതിനുവേണ്ടി ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി കുക്കു FM ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇന്ത്യ 60 എന്ന കോഡ് നൽകുക. ഇനി വീഡിയോയിലേക്ക് വരാം. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതും ഹെവി ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതുമായ ഒന്നാമത്തെ സ്റ്റോക്കാണ് APL അപ്പോളോ ട്യൂബ്. APL അപ്പോളോ ട്യൂബ് 1490 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈ 1800. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഹെവി ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. APL അപ്പോളോ ട്യൂബ് എന്ന കമ്പനി സ്റ്റീൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റീൽ സെഗ്മെന്റിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ്. പ്രധാനമായും ഗാൽവനൈസ്ഡ് ട്യൂബുകളും പൈപ്പുകളും സ്റ്റീൽ സ്ട്രക്ചറുമാണ് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത്. 41,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 51.9, ROE 23.5, ROCE 26.9. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 28%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 39%, ROE 26%. 3,225 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 1,176 കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 29.5% സ്റ്റേക്ക് ഹോൾഡിംഗ്. സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുകയാണെങ്കിലും FISഉം DASഉം അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നത് ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് നൽകുന്ന ഒരു ഘടകമാണ്. FISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 28.6 നിന്നും 29.2ലേക്കും DASന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 12.6 നിന്നും 13.7ലേക്കുമാണ് ഉയർന്നിരിക്കുന്നത്. APL അപ്പോളോ ട്യൂബിനെ സംബന്ധിച്ചിടത്തോളം 1450, 1350 തുടങ്ങിയ സോണുകൾ സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ഈ സോണിനിടയ്ക്ക് സ്റ്റോക്കിനെ ലഭിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഉറപ്പായും അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിന്റെ 52 വീക്ക് ഹൈ 2769, 52 വീക്ക് ലോ 2365. സ്റ്റോക്ക് 2440 ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന FMCG സെഗ്മെന്റിലെ ഒരു മികച്ച കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ROE 20.5%, ROCE 26.6%, വാല്യൂഷൻ 55.3. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1.61% ഡിവിഡൻഡ് ഈൽഡ് നൽകുന്നു. ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയ സ്റ്റോക്കാണ്. അതിലുപരി ഹെവി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സേഫ് സ്റ്റോക്ക് കൂടിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്. പക്ഷേ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിനെ ഒരിക്കലും ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽ ഉൾപ്പെട്ട സ്റ്റോക്കായി പരിഗണിക്കാൻ സാധിക്കുകയില്ല. ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ സെയിൽസ് ഏകദേശം സ്റ്റേഗ്നന്റ് ആണ്. കൂടാതെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ പ്രോഫിറ്റ് 2,687 നിന്നും 2,500ലേക്ക് ഇടിയുകയും ചെയ്തു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 15%, പ്രോഫിറ്റ് ഗ്രോത്ത് 14%, ROE 22%.
കമ്പനിക്ക് മുകളിൽ കടബാധ്യത തീരെയില്ല. 50,000 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 1,272 കോടി രൂപയുടെ കടമാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 61% സ്റ്റേക്ക് ഹോൾഡിംഗ്, എഫ്ഐഎസിന് 13.6%, ഡിഐഎസിന് 12.31%, പബ്ലിക്കിന് 12%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗുമുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ 2400, 2350 തുടങ്ങിയ സോണുകളിൽ എത്തുമ്പോൾ സ്റ്റോക്കിൽ ഹെവി ബൈയിങ് ആരംഭിക്കുകയും ഇവിടെ നിന്നും സ്റ്റോക്ക് 2750, 2800 തുടങ്ങിയ റേഞ്ചുകളിലേക്ക് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് 52 വീക്ക് ലോയ്ക്കടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ലഭിക്കുന്ന മറ്റൊരു ക്വാളിറ്റി സ്റ്റോക്കാണ് VIP ഇൻഡസ്ട്രീസ്. VIP ഇൻഡസ്ട്രീസ് 588 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 750 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 550 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ലഭിക്കുന്നത്. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും 500-നടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. പലപ്പോഴും സ്റ്റോക്ക് 500 എന്ന റേഞ്ച് ടച്ച് ചെയ്യുമ്പോൾ ഫ്രഷ് ബൈയിങ് ആരംഭിക്കുകയും ഇവിടെ നിന്നും 700 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് ഉയരുകയും ചെയ്യും. വളരെ സേഫായി പൊസിഷണൽ ട്രേഡിംഗ് നടത്തുന്നവർക്കും അതുപോലെ തന്നെ ബോട്ടം ലെവലിൽ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് VIP ഇൻഡസ്ട്രീസ്. 4ാമത്തെ സ്റ്റോക്ക് ഫൈൻ ഓർഗാനിക്സ് ലിമിറ്റഡ്. കെമിക്കൽ സെക്ടറിലെ ക്വാളിറ്റി സ്റ്റോക്കാണ്. 7,000 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 4,600 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണ്. 4,300 രൂപയാണ് സ്റ്റോക്കിന്റെ സ്ട്രോങ് സപ്പോർട്ട്. ഇവിടെ നിന്നും സ്റ്റോക്ക് 4,300 എന്ന റേഞ്ചിൽ എത്തുകയാണെങ്കിൽ പിന്നീട് സ്റ്റോക്ക് 4,300-നും 5,000-നും ഇടയിൽ റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 52 വീക്ക് ലോയ്ക്ക് അടുത്തും അതുപോലെ തന്നെ ബോട്ടം ലെവലിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പരിഗണിക്കാവുന്ന കെമിക്കൽ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ഫൈൻ ഓർഗാനിക്സ് ലിമിറ്റഡ്. 5ാമത്തെ സ്റ്റോക്ക് HDFC ബാങ്ക്. പ്രീവിയസ് വീഡിയോയിലും HDFC ബാങ്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫെയർ വാല്യൂവിൽ നിന്നും 19% ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഒരു ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കാണ് HDFC ബാങ്ക്. 1,300-നും 1,350-നും ഇടയിൽ സ്ട്രോങ് അക്യുമുലേഷൻ സോണാണ്. ഈ റേഞ്ചിൽ HDFC ബാങ്ക് എത്തുമ്പോൾ ഇവിടെ നമ്മൾക്ക് ബൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താവുന്നതാണ്. കൂടാതെ ഹെവി എമൗണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് HDFC ബാങ്ക്, HUL പോലുള്ള സ്റ്റോക്കുകളെ പൊസിഷണൽ ട്രേഡിങ്ങിന് പരിഗണിക്കാവുന്നതുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്